ജുജുത്സു കൈസൻ ചാപ്റ്റർ 251 എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇതൊരു ഇൻസെയിൻ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് മെഗുമിയുടെ ലൈഫ് അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് കിട്ടിയിട്ടുണ്ട്. I should get some sleep. അതുപോലെ തന്നെ നമ്മളെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടറായ മാക്കി ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അധികം ഇങ്ങനെ പറയാതെ നമുക്ക് റിവ്യൂയിലേക്ക് തന്നെ കിടക്കാം. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് കഴിഞ്ഞ ചാപ്റ്ററായ 250 ബാക്കിയായിട്ട് തന്നെയാണ്. കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ കണ്ടതാണ് യൂട്ടെ സുക്കണയുടെ ടെക്നിക്കായ ക്ലീവ് അവനെതിരെ ഉപയോഗിക്കുന്നത്. സുക്കണ അപ്പോൾ ചോദിക്കും, ഇതെൻ്റെ ടെക്നിക്കല്ലേ, ഇവൻ എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന്, എപ്പോഴാണ് ഇത് കോപ്പി ചെയ്തത്? യൂട്ട പറയും, നിനക്ക് നിൻ്റെ അവസാനത്തെ ഫിംഗർ കിട്ടിയില്ലല്ലേ. അപ്പോൾ യൂജി സുക്കണയുടെ മോതിരം ഒറ്റ ഇടി വെച്ച് കൊടുക്കും. അപ്പോൾ സുക്കണ പറയും, എനിക്ക് മനസ്സിലായി. ഗേഗെ നമ്മളോട് ഇതുവരെ യൂട്ടയുടെ കോപ്പി ചെയ്യുന്ന എബിലിറ്റിയുടെ കണ്ടീഷൻസ് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം യൂട്ടയുടെ കോപ്പി എബിലിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ യൂസറിൻ്റെ എന്തെങ്കിലും റീക്ക് കഴിക്കണം. റീക്കയാണ് കഴിക്കുന്നതെന്ന് പറയാൻ കാരണം റീക്കയുടെ അടുത്താണ് യൂട്ട ഈ കോപ്പി ചെയ്ത എബിലിറ്റിയെല്ലാം എടുക്കുന്നത്. യൂട്ട സുക്കയുടെ വയറിൻ്റെ റേഡിയോ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ചാൻഡിങ് നിർത്തി ഹോളോ വിക്കർ ബാസ്ക്കറ്റ് പോകാൻ വേണ്ടി. യൂജി അപ്പോൾ തന്നെ സുക്കണയുടെ തല പിടിച്ച് അവൻ്റെ മുട്ടുകൾ ഇടിച്ചിറക്കും. അപ്പം തന്നെ സുക്കണ യൂജിയുടെ കഴുത്തേക്കൂടെ കൈയിട്ട് പിടിച്ച് എൻ്റെ വയറിൻ്റെ ക്ലീവ് വിടും. ഈ ക്ലീവ് എല്ലാം കിട്ടിക്കഴിയുമ്പം യൂജിയുടെ വായിൽ നിന്ന് കുറേ ചോര വരും. യൂജി അപ്പം തന്നെ ആ ചോരയെല്ലാം സുക്കണ മുഖത്ത് തൂക്കും. താങ്ക് യു. മുഖത്തെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെളുക്കാൻ രക്തേന്ദ്രം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു. ഇതിൻ്റെ ഇടയ്ക്കത്തെ ഗ്യാപ്പിൽ യൂട്ടെ സുക്കണയുടെ ഒരു അപ്പർക്കട്ട് കൊടുക്കും. യൂജി ഇങ്ങനെ നിലത്ത് കിടക്കുമ്പോഴാണ് വിചാരിക്കുന്നത്, എനിക്കിപ്പോൾ റെസ്റ്റ് എടുക്കാൻ സമയമില്ല, ഇതാണ് എൻ്റെ അവസാനത്തെ ചാൻസ് സുക്കണനെ തീർക്കാനും മെഗുമിനെ രക്ഷപ്പെടുത്താനും. അതിപ്പോഴാണ്. ആ സമയം സുക്കണ പറയും, അവൻ്റെ കേഴ്സ് എനർജിയുടെ ഔട്ട്പുട്ടും അതുപോലെ അവന് മെഗുമിൻ്റെ ബോഡിയിലുള്ള കൺട്രോളും പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റീക്ക സുക്കണയുടെ കാല വാരി ഒറ്റ എയർ വെച്ച് കൊടുക്കും. അപ്പോൾ യൂജി സുക്കണയുടെ മുഖത്തിൻ്റെ ഒരു മാഞ്ചി കിക്ക് കൊടുക്കും. അപ്പോഴാണ് യൂജിയും യൂട്ടയും കാണുന്നത് സുക്കണ അവൻ്റെ ഹോളോ വിക്കർ ബാസ്ക്കറ്റ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഏഞ്ചലിൻ്റെ ടെക്നിക്കായ ജേക്കബ് സ്ലാഡറിൻ്റെ ഡയറക്റ്റ് ഹിറ്റ് എടുത്തിട്ട് അതിന് പകരം എൻ്റെ വേൾഡ് ഹേർട്ടിങ് ഡിസ്മാൻഡിൽ ഉപയോഗിക്കാൻ. അപ്പം തന്നെ യൂജി റീഗയും അവൻ ഈ ഡിസ്മാൻഡിൽ വിടാതിരിക്കാൻ വേണ്ടി അവൻ്റെ കയ്യിലെല്ലാം കയറി പിടിക്കും. അപ്പോൾ യൂട്ട ചിന്തിക്കും, ഞങ്ങൾക്കറിയായിരുന്നു നീ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന്, അതുകൊണ്ട് ഇതിനെപ്പറ്റി നേരത്തെ ഞങ്ങൾ ചിന്തിച്ചായിരുന്നു. യൂട്ട സുക്കണയുടെ രണ്ടാമത്തെ വാക്കിട്ട് ഒറ്റ ഇടി വെച്ച് കൊടുക്കും. എന്നിട്ട് അവൻ ആ വാവ് പറിച്ചെടുക്കും. സുക്കണ അപ്പം തന്നെ യൂട്ടയുടെ കണ്ണിൻ്റെ വെട്ടി വെച്ച് കൊടുക്കും. യൂട്ട അപ്പം തന്നെ ആ പറിച്ചെടുത്ത വാ കളഞ്ഞിട്ട് യൂട്ട വേണ്ടി സുക്കണ അടുത്തേക്ക് ഓടി വരുമ്പോൾ ചിന്തിക്കും, അവൻ അവൻ്റെ വേൾഡ് കട്ടിങ് സ്ലാഷ് ഹോളോ വിക്കർ ബാസ്ക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവൻ ഈ ഡിസ്മാൻഡിൽ ഉപയോഗിക്കാൻ വേണ്ടി ചാൻസോ ഹാൻഡ് സൈൻസോ അല്ലെങ്കിൽ രണ്ടും ഉപയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അവന് രണ്ടും ചെയ്യാൻ സമ്മതിക്കത്തില്ല. സുക്കണ യൂട്ടയ്ക്ക് നേരെ കുറേ സ്ലാഷസും കൂടെ വിടും. യൂട്ട അപ്പോൾ പറയാം അവൻ്റെ സ്ലാഷസ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് ഇതിന് അടുത്ത് പോയി ഫൈറ്റ് ചെയ്യാൻ പോലും പേടിയില്ല. യൂട്ട അവനെ വെട്ടാൻ വേണ്ടി പോവും. സുക്കണ അത് റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് സുക്കണയുടെ മുഖത്തു നിന്ന് ചോര വരാൻ വേണ്ടി തുടങ്ങും. സുക്കണ പറയും, യൂജി നേരത്തെ അവൻ്റെ മുഖത്ത് തുപ്പിയ ചോരയെല്ലാം പൊട്ടിത്തെറിച്ചു. ഇത് മിക്കവാറും ജോസോയുടെ സൂപ്പർനോവനാണ് ചാൻസ്. കാരണം ചാപ്റ്റർ 244 ഫ്ലാഷ് ബാക്ക് നമ്മൾ കണ്ടതാണ് യൂജി നോറിറ്റോഷിയോട് നന്ദി പറയുന്നത്. യൂജിയെ പഠിപ്പിച്ചുകൊണ്ട് അവനൊരു നല്ല ടീച്ചറായിരുന്നെന്ന് പറഞ്ഞ്. ഇതിന് ശേഷം നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഇവിടെ വച്ചാണ് നമുക്ക് റിവീലാകുന്നത് യൂക്കി കൊടുത്ത സോൾ ബുക്കിൽ എന്തായിരുന്നെന്ന്. ഈ ബുക്കിൽ പറയുന്നതാണ്, നമ്മൾ എന്തോരം 2 സോളുകൾ മിക്സ് ചെയ്യാൻ നോക്കിയാലും ഒരിക്കലും അത് ഒന്നാകത്തില്ല. ജോസോ ചോദിക്കും, യൂജി സുക്കണ ഒരു സ്പെഷ്യൽ കേസാണോ എന്ന്. കാരണം അവൻ്റെ ബോഡി നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ സോളിൻ്റെ ഒരു അംശം പോലും അവന് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കറിയാവുന്നതാണ് ജോസോ ഒരു ഡെത്ത് പെയിൻറ്റിങ് റൂമാണ്. യൂജി പറയും, ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു നോൺ സോസറും കേഴ്സ്ഡ് ഒബ്ജക്റ്റും തമ്മിലുള്ള കേഴ്സ്ഡ് എനർജിയുടെ വലിയൊരു ഗ്യാപ്പാണ്. ഈ ബുക്കിൽ പറയുന്നത് ഒരു സോൾ എന്തോരം താഴത്തേക്ക് സിങ്ക് ചെയ്താൽ പോലും ആ സോൾ വിട്ടുപോവുകയോ അഥവാ അത് ഒന്നാവുകയോ ചെയ്യത്തില്ല. ജോസോ അപ്പോൾ ചോദിക്കും, മെഗുമി ഇതിന് എക്സെപ്ഷൻ ആണെങ്കിൽ അത് നമുക്ക് പ്രശ്നമാകത്തില്ലെന്ന്. യൂജി പറയും, ഞാൻ അതും കണക്ക് കൂട്ടി നോക്കി. മാഹിറ്റോയുടെ എബിലിറ്റിയായ സോൾ മാനിപ്പുലേഷൻ കൊണ്ട് അവന് വേറെ ആൾക്കാരുടെ സോൾ എടുത്ത് അതിനെ കൂട്ടിച്ചേർത്ത് അവന് പുതിയൊരു സാധനം തന്നെ ഉണ്ടാക്കാം. അങ്ങനെ ടെക്നിക്ക് ഇല്ലെങ്കിൽ ഒരിക്കലും 2 സോൾ ഒന്നാകത്തില്ല. എന്നിട്ട് യൂജി പറയും, അവൻ
സുക്കുമയുടെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ അവൻ ഉറപ്പായിട്ടും മെഗുമിയുടെ സോളിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. You sure about that? You sure about that? ഈ പ്ലാൻ കേട്ടതിന് ശേഷം ഹാനക്കുറുസ് പറയും, നിങ്ങളുടെ പ്ലാൻ ഇതാണെങ്കിൽ ഞങ്ങളുടെ എബിലിറ്റി നിങ്ങൾക്ക് ഒരു നല്ല ഉപകാരം വരും. ഏഞ്ചലിൻ്റെ ടെക്നിക്ക് അതിൻ്റെ ടാർഗറ്റിൻ്റെ ടെക്നിക്കിനെ നശിപ്പിച്ച് കളയും. നമുക്ക് സുക്കണനെ നശിപ്പിക്കാൻ പറ്റും. കാരണം അവൻ്റെ ഇൻകാർഡിനേറ്റ് ഫോം എന്ന് പറയുന്നത് അവൻ്റെ ടെക്നിക്ക്, അവൻ്റെ പേഴ്സണാലിറ്റി, എന്നിട്ട് കേസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഡയറക്റ്റ് മിക്സാണ്. കേസ് ടെക്നിക്ക് ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. അത് കാരണം ജേക്കബ് സ്ലാഡർ കൊണ്ടു കഴിയുമ്പോൾ സുക്കണയ്ക്കൊപ്പം മെഗുമിയും മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സുക്കണയുടെയും മെഗുമിയുടെ സോൾസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേസ്റ്റ് ഒബ്ജക്റ്റിന് ബോഡിയിലുള്ള കൺട്രോൾ കുറയും. അപ്പം മെഗുമിയുടെ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടും. ഈ ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് യൂജി റീക്കോടെ കൂടി സുക്കണയുടെ എല്ലാ കൈയും പിടിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ യൂട്ട അതിൻ്റെ കൈ പൊക്കി മാക്സിമം ഔട്ട്പുട്ട് ജേക്കബ് സ്ലാഡർ ഉപയോഗിക്കും. ഈ മാക്സിമം ഔട്ട്പുട്ട് ജേക്കബ് സ്ലാഡർ കിട്ടിക്കഴിയുമ്പോൾ തന്നെ സുക്കണ കരിഞ്ഞു പോകും. കുറച്ചും കൂടെ ഡാമേജിന് വേണ്ടി യൂട്ട സുക്കണയുടെ കൈക്കിട്ടും കുത്തും. ഈ സമയം തന്നെ യോജി മെഗുമിയോട് എഴുന്നേൽക്കാൻ പറഞ്ഞുകൊണ്ട് സുക്കണയ്ക്കിട്ട് ഒരു ഇടിയും കൂടെ വെച്ച് കൊടുക്കും. ഈ ഇടിയും കൊണ്ട് നമുക്ക് അതിന് സോളിൻ്റെ കോമ്പസിഷൻ കാണാൻ പറ്റും. അപ്പോഴാണ് പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ഈ പ്ലാനിനൊരു കുഴപ്പമില്ല. പക്ഷേ സുക്കണ മെഗുമിയുടെ സോൾ ബ്രേക്ക് ചെയ്തു. അവൻ്റെ കൺമുമ്പിൽ വെച്ച് അവൻ്റെ കൈ കൊണ്ട് തന്നെ അവൻ്റെ സിസ്റ്റർ മരിച്ചതും എന്നിട്ട് അവൻ്റെ കൈ കൊണ്ട് തന്നെ ഗോജയും കൂടെ മരിച്ചപ്പം അവൻ പറയും അവനെല്ലാം മതിയായി. മെഗുമിയുടെ സോളിൻ്റെ അകത്ത് തന്നെ അവൻ ജീവിക്കാനുള്ള വില്ല് മൊത്തത്തോടെ ഇല്ലാതായി. അപ്പോഴാണ് സ്കെയിൽ ഓഫ് ഡ്രാഗൺ റീകോയിൻ ട്വിൻ മീറ്റിയോർസ് അപ്പോഴാണത് കൊള്ളുന്നത്. സുക്കണയുടെ വേൾഡ് കട്ടിങ് സ്ലാഷ് യൂട്ടയ്ക്ക് കിട്ടും, റീക്കയ്ക്ക് കിട്ടും, പിന്നെ യൂജിക്കിട്ടും കിട്ടും. അങ്ങനെ യൂട്ടയുടെ ഡൊമൈൻ നശിക്കും. ഇത് ജുജുത്സു സോസറേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സാധാ സ്ട്രാറ്റജിയാണ്. ഒരു മീഡിയോക്കർ പ്ലാന്. സാധാരണ ഒരു സാഹചര്യത്തിൽ സുക്കണ ഇത് ഉടനെ തന്നെ അവോയ്ഡ് ചെയ്തേനെ. അപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാക്കി അവിടെ എത്തുക മാത്രമല്ല മാക്കിയുടെ സ്പിൽസോഡ് കട്ടാന സുക്കണയുടെ നെഞ്ചത്തോടെ ഇറക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഹിഡൻ ഇൻവെൻട്രി ആർക്കിൽ യോജി ഗോജനെ കുത്തിയ പോലെ ജയം ഉറപ്പാക്കിയ ഒരാൾക്കെതിരെ സർപ്രൈസ് അറ്റാക്ക്. ഈ അറ്റാക്ക് കൊണ്ടതിന് ശേഷം സുക്കണ മാക്കിനെ നോക്കി ചിരിക്കും. അങ്ങനെയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്.